ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉമ്മറത്തേക്ക് പോയ പാടെ തന്നെ കാണുന്നത് ആകെ മൂടി കെട്ടിയൊരു കാലാവസ്ഥ കേട്ടോ. ഒരു സുഖമില്ലാത്ത കാലാവസ്ഥ എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു കാലാവസ്ഥയാണ് കേട്ടോ. അതാ കാണുന്നത് പാടാണ് കേട്ടോ. അങ്ങനെ പാടത്തിൻ്റെ അടുത്തായതുകൊണ്ട് തന്നെ മഴക്കാലമാണ് വെച്ചാൽ നല്ല തണുപ്പും ചൂടാവുമ്പോൾ നല്ല ചൂടായിരിക്കും കേട്ടോ. അങ്ങനെ വടക്കോർത്തേക്ക് പോയപ്പോഴുള്ള അവസ്ഥയാണ് ഈ കാണുന്നത് കേട്ടോ. ആകെ കല്ലിൻ്റെ അവിടെയൊക്കെ വെള്ളം നിറഞ്ഞിട്ടേ, അലക്കണ കല്ലിൻ്റെ അവിടെയൊക്കെ ആകെ വെള്ളം നിറഞ്ഞിട്ട് ആകെ ഇതായിരിക്കണ്. മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അലക്കാനുള്ള ഡ്രസ്സൊക്കെ മുന്നേ തന്നെ മഴ പെയ്യണക്കാട്ടി മുന്നേ തന്നെ അലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അത് തോരടല്ലേ വേണ്ടുള്ളൂ. അപ്പോൾ അതൊക്കെ ചെയ്തു. ഇന്ന് രാവിലെ ഉണ്ടല്ലോ പുട്ടും ഗ്രീൻ പീസിൻ്റെ കറിയായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാണ്ടായിരുന്നു, ചായ കുടിച്ച പാത്രങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ ഏട്ടൻ വർക്കിന് പോയി കഴിഞ്ഞതിന് ശേഷം കഴുകാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ സിങ്കിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിതാ അതൊക്കെ കഴുകുമായിരുന്നു കേട്ടോ. സിയമോൾക്ക് ഒരു ടെഡി ഉണ്ട്. അപ്പോൾ ആ ടെഡി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരമൊക്കെ അവൾ അവിടെ അതിനായിട്ട് ഇരുന്ന് കളിച്ചോളൂ. പിന്നെ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ആയിട്ട് ഇരുന്ന് അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം ഇങ്ങനെ പാത്രം കഴുകി വയ്ക്കായിരുന്നു കേട്ടോ. അങ്ങനത്തെ കഴുകി വെച്ച പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഞാനിത് ഈ അടുപ്പിൻ്റെ അവിടെ ഇങ്ങനെ വെള്ളം വരാൻ വേണ്ടിയിട്ട് അങ്ങനെ വെക്കും കേട്ടോ. പാത്രങ്ങളൊക്കെ നമ്മൾ കമഴ്ത്തി വെക്കൂലേ ഉണങ്ങാൻ വേണ്ടിയിട്ട്, അപ്പോൾ അതുപോലെ വെച്ചു. അങ്ങനെ ഇതാ പാത്രങ്ങളൊക്കെ കഴുകി തീരാനായി കേട്ടോ. അങ്ങനെ ഇതാ ഓരോ പാത്രങ്ങളായിട്ട് ഞാൻ ഒതുക്കി വെക്കായിരുന്നു കേട്ടോ. പിന്നെ ഇതാ ഈ ഗ്ലാസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, കുപ്പി ഗ്ലാസ്. അപ്പോൾ അതൊക്കെ ഞാൻ ടേബിളിൻ്റെ മുകളിലേക്ക് കൊണ്ടുവയ്ക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അവിടെ ഇരുന്നിട്ട് കൈ തട്ടിയിട്ട് ഇനി പൊട്ടണ്ടല്ലോ കരുതിയിട്ട് ടേബിളിൻ്റെ അവിടെ കൊണ്ടുപോയി വെച്ചു കേട്ടോ. പിന്നെ ഇത് ഞാൻ അവിടെ തുടയ്ക്കാനൊക്കെ ഇരുന്നു. ഇന്ന് പുട്ടായതുകൊണ്ട് തന്നെ സ്റ്റൗവിൻ്റെ അവിടെയൊക്കെ പുട്ടിൻ്റെ തൈരും കാര്യങ്ങളും പിന്നെ കറിയായിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് സ്റ്റൗവൊക്കെ ഇതാ ക്ലീൻ ചെയ്യാൻ നിൽക്കാം കേട്ടോ. പിന്നെ സ്റ്റൗവിൻ്റെ ചോട്ടിലൊക്കെ ഉണ്ടല്ലോ ഈ മെഴുക്കൊക്കെ തെറിച്ചിട്ടുണ്ടല്ലോ, എണ്ണമയം പോലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് അതിൻ്റെ ചോട്ടിലൊക്കെ സ്റ്റൗ പൊന്തിച്ചിട്ട് അതിൻ്റെ ചോട്ടിലൊക്കെ തുടയ്ക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഫുള്ളായിട്ട് അങ്ങോട്ട് തുടച്ചിട്ടു. പിന്നെ ഈ പണി കഴിഞ്ഞിട്ട് ഞാൻ മുകളിലേക്കായിട്ട് പോയത്. കാരണം അലക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഡ്രസ്സൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇനി തോരയിടണമല്ലോ. അപ്പോൾ അത് തോരയിടാൻ വേണ്ടിയിട്ട് ഞാൻ മുകളിലേക്ക് പോയിട്ടാ. അങ്ങനെ ഈ വാതിലിൻ്റെ ഇവിടെ ഒരു അയലുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലെ അലക്കി വെച്ചിട്ടുള്ള പച്ചയായിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഞങ്ങൾ ഇവിടെയാണ് കേട്ടോ ഇടുക. അപ്പോൾ അതിൽ ഉണങ്ങിയതൊക്കെ ഉള്ളത് ഞാൻ റൂമിലേക്ക് കൊണ്ടുപോയി വയ്ക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഉണ്ടല്ലോ ഇപ്പോൾ നല്ല വെയിൽ വന്നിരിക്കണ്. അപ്പോൾ ഇത് വേഗം തോരട്ടിട്ട് വേണം താഴേക്ക് പോകാൻ കേട്ടോ. വെയിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കണ്ണിൽ ഇരുട്ട് കയറും, അതൊരു വെയിലായിരിക്കും. പിന്നെ ഈ സംഭവം ഉണ്ടല്ലോ, ഇത് ഞങ്ങളുടെ ഈ ഫ്ലെക്സ് അത് ഞങ്ങളുടെ കല്യാണത്തിൻ്റെ ഫ്ലെക്സ് ആട്ടോ. എൻഗേജ്മെൻറ്റിൻ്റെ ഫോട്ടോ ആണ്, പക്ഷേ കല്യാണത്തിനും ആ ഫോട്ടോ തന്നെയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ അത് ഞാൻ ഓരോ ഡ്രസ്സായിട്ട് തോരയിടാൻ തുടങ്ങി. നല്ല വെയിലല്ലേ, അപ്പോൾ ഞാൻ വേഗം ഓരോന്ന് തോരയിടുക കേട്ടോ. ഞങ്ങളുടെ വീട് നിൽക്കുന്നത് പാടത്തിൻ്റെ സൈഡായതുകൊണ്ട് ഉച്ചയ്ക്കൊക്കെ ഇവിടെ നല്ല വെയിലായിരിക്കും. പക്ഷേ വൈകുന്നേരമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ ഇവിടെ വന്ന് നിൽക്കാൻ നല്ല രസമാട്ടാ. പാടത്തുനിന്ന് നല്ല കാറ്റൊക്കെ കൊണ്ട് നിൽക്കാൻ നല്ല സുഖമാട്ടാ. പിന്നെ ഇതാ തോരടലൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഞാനിതാ ബക്കറ്റൊക്കെ എടുത്തിട്ട് താഴേക്ക് ഇറങ്ങുക കേട്ടോ. അപ്പോൾ വാതിലൊക്കെ ലോക്ക് ചെയ്ത്. ഈ സ്റ്റെപ്പ് ഇങ്ങനെ കയറൽ എളുപ്പമല്ല കേട്ടോ. കാണുമ്പോൾ ഈസിയാന്നൊക്കെ തോന്നും, പക്ഷേ എന്നും ഇങ്ങനെ കയറലും ഇറങ്ങലും ഭയങ്കര ബുദ്ധിമുട്ട് തന്നെ കേട്ടോ. അങ്ങനെ ആ റൂമിലേക്ക് എത്തിയിട്ട് ഞാൻ പിന്നെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ മാറ്റി പുതിയത് വിരിച്ചു കേട്ടോ. പിന്നെ ഉണ്ണിയുടെ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ മുകളിൽ നിന്ന് എടുത്തതൊക്കെ ഉണങ്ങിയത്, അതൊക്കെ ഞാൻ മടക്കി വെച്ചു. എല്ലാം പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അത് ഈ ഒരു ഡ്രസ്സ് ഉണ്ടല്ലോ അത് ഞാൻ ഓൺലൈനിൽ നിന്ന് എടുത്താൽ കേട്ടോ. നല്ല രസമുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ അത് അടിച്ചു വരാൻ വേണ്ടിയിട്ട് നിന്നു കേട്ടോ. അങ്ങനെ അത് അമ്മക്കെട്ടൊക്കെ കിട്ടിയിട്ടാണ്, മുടിയുടെ കാര്യമായിട്ട് അമ്മക്കെട്ട് എന്നൊക്കെ പറയണത്. അങ്ങനെ അമ്മക്കെട്ടൊക്കെ കിട്ടിയിട്ട് ഞാൻ അടിച്ചു വരിക കേട്ടോ. ഈ സിയാപ്പിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിയാപ്പിയുടെ ഓരോ കളിക്കുന്ന സാധനങ്ങളും വണ്ടിയും ഓരോ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഞാൻ ഈ എടുത്ത് മാറ്റുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഈ ബെഡിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കൊണ്ടുപോയിടും.
അപ്പോൾ എന്നും ഈ സാധനങ്ങളൊക്കെ അങ്ങോട്ട് വെക്കലും ഇങ്ങോട്ട് വെക്കലൊക്കെ തന്നെയാണ് പണി കിട്ടുക. കുട്ടികളുള്ള വീടല്ലേ, അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഇത് തന്നെ അവസ്ഥ എന്നറിയാം. അപ്പോൾ ഇവിടെ ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. പിന്നെ ഇത് അനിയൻ്റെ റൂമാട്ടാ. അപ്പോൾ അതാ അവിടുത്തെ ബെഡ്ഷീറ്റൊക്കെ ഞാൻ കുടഞ്ഞ് വിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഇതായി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇത് കുടഞ്ഞ് വിരിക്കുകയാണ് കേട്ടോ. പിന്നെ ആ കസേരയുടെ മുകളിലിരിക്കണില്ലേ, അതാണ് സിയാപ്പിയുടെ ടെഡി കേട്ടോ. അത് ഭയങ്കര ജീവനാണ് സിയാപ്പിക്ക്, ഭയങ്കര ഇഷ്ടമാണ് അതിനായിട്ടാണ് കൂടുതലും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത് കേട്ടോ. ടെഡി എന്നൊക്കെ വിളിച്ചിട്ടാണ് അവളെപ്പോഴും. ഇപ്പം ഞാൻ എന്തെങ്കിലും കുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അവൾക്ക് ഈ സംഭവം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കുറേ നേരം ഇരുന്നിട്ട് കളിച്ചോളൂ കേട്ടോ. അതിനെ കെട്ടിപ്പിടിക്കലും ഉമ്മ വയ്ക്കലും പിന്നെ അതിനോരോ പാട്ട് പാടി കൊടുക്കലും ഒക്കെ തന്നെ പണിയിട്ടാ. പിന്നെ റൂമിലത്തൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ടേബിൾ തുടയ്ക്കാൻ നിന്നു കേട്ടോ. ടേബിളിന്മേൽ കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. തുടച്ചതായിരുന്നു, പക്ഷേ ഇനി എന്തെങ്കിലും പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പോയിക്കോട്ടെ വെച്ചിട്ട് പിന്നെയും തുടച്ചു കേട്ടോ. പിന്നെ ഇത് അവിടുത്തെ കസേരയും കാര്യങ്ങളും, പിന്നെ ആ കസേരയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ ടി വിയുടെ അവിടെ ഇരിക്കുന്ന അത് സിയാപ്പി ആ വയറും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതിങ്ങനെ പിടിച്ച് വലിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് അവിടെ കസേരയും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി വെച്ചതാട്ടാ. അതാണ് ഈ കസേരയും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് ഇരിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ജനലിൻ്റെ കാര്യമാണെങ്കിൽ പിന്നെ പറയും വേണ്ട, ജനലിന്മേൽ പിടിച്ച് കയറിയിട്ട് ഒരൊറ്റ ചാട്ടാണ് ഇങ്ങോട്ട്. സ്റ്റെപ്പുമെന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2-3 സ്റ്റെപ്പ് കയറിയിട്ട് അവിടെ നിന്ന് ഒരൊറ്റ ചാട്ടാണ്. അപ്പം അത്രയും കുറുമ്പുള്ളൊരു കുട്ടിയാണ് സിയ. അപ്പോൾ അതുകൊണ്ടാണ് കസേരയും കാര്യങ്ങളൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഇരിക്കുന്നത് കേട്ടോ ടി വിയുടെ അവിടുത്തെ. പിന്നെ ഞാൻ അത് കൈ കഴുകിയിട്ട് കുറച്ച് വെള്ളം കുടിക്കാമല്ലോ വിചാരിച്ചിട്ട് കുറച്ച് വെള്ളം കുടിക്കുക കേട്ടോ. വെള്ളത്തിന് നല്ല ദാഹം, പിന്നെ ഇപ്പോൾ നല്ല ചൂടല്ലേ. അപ്പോൾ ഇന്നിപ്പം നല്ല മഴ പെയ്തുകൊണ്ട് കുറച്ച് കുറവ്. ഇന്നലെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ രാത്രി കറണ്ട് പോയിട്ട് എപ്പോഴാണ് വന്നുള്ളത്, ഉറങ്ങിയിട്ടില്ല. സിയാപ്പിയും ഉറങ്ങിയിട്ടില്ല, ഞാനും ഉറങ്ങിയിട്ടില്ല, ഏട്ടനും ഉറങ്ങിയിട്ടില്ല, ആരും ഉറങ്ങിയിട്ടില്ല. അതുപോലെ ഇരുന്നിട്ടാ. കറണ്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ചൂടാണ്. പിന്നെ ഇതുണ്ടല്ലോ സിയാപ്പിയുടെ ഫോട്ടോ ആണ് കേട്ടോ. ചെറുപ്പത്തിലെ ഭയങ്കര ചെറിയ കുട്ടിയാകുമ്പോഴുള്ള ഫോട്ടോ ആണ് കേട്ടോ. എന്താ സിയാപ്പിയുടെ പപ്പ സിയാപ്പിനെ എടുത്തിട്ടുള്ള ഫോട്ടോ, സിയാപ്പിയുടെ ക്യൂട്ടായിട്ടുള്ളൊരു ഫോട്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ എന്താ പറയുക, ഒരു സന്തോഷമാണ്. അപ്പോഴത്തെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ കസേരയുടെ മുകളിൽ നിന്ന് കയറി നിർത്താട്ടോ എടുക്കുന്നത്. അപ്പം നല്ല രസമുണ്ട് അല്ലേ സിയാപ്പിയുടെ ഫോട്ടോ കാണാൻ. അപ്പോൾ ഇതാ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. ഇത് ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഇത് കണ്ട എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. അപ്പോൾ ടാറ്റ ബൈ ബൈ, സീ യു.